ിലേക്കാണ് ഷൂട്ടിംഗ് പരിശീലകൻ പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഒളിമ്പിക് മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്രയുടെ പരിശീലകനായിരുന്നു. ദ്രോണാചാര്യ പുരസ്കാര ജേതാവാണ്. വിഷ്ണുപ്രകാശ് വിവരങ്ങളുമായിട്ട്. വിഷ്ണു, എപ്പോഴാണ് മരണം സംഭവിച്ചത്? സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനങ്ങളായോ? ദിവിഷ, ഇന്ന് രാവിലെയാണ് മുൻ ഷൂട്ടിംഗ് പരിശീലകനായിട്ടുള്ള സണ്ണി തോമസ് മരിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്ന് ഉഴവൂരുള്ള വീട്ടിലായിരുന്നു. 85 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അധികം വൈകാതെ തന്നെ മോർച്ചറിയിലോട്ട് മാറ്റും. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലെ സംസ്കാര ചടങ്ങുകളെ പറ്റിയുള്ള മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. നമുക്കറിയാം, നീണ്ട 19 വർഷക്കാലം ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ പരിശീലകനായിരുന്നു സണ്ണി തോമസ്. ഈ കാലയളവിൽ നിരവധി മെഡലുകളാണ് ഇന്ത്യൻ ഷൂട്ടിംഗ് ടീം നേടിയത്. ഒളിമ്പിക്സിൽ ആ കാലയളവിൽ തന്നെ 4ഓളം വരുന്ന ഒളിമ്പിക്സ് മെഡലുകൾ, അഭിനവ് ബിന്ദ്രയുടെ സ്വർണ്ണമടക്കമുള്ള മെഡലുകൾ ഇദ്ദേഹം പരിശീലനായിരുന്ന സമയത്തായിരുന്നു നേടിയത്. ഷൂട്ടിങ്ങിൽ ഒരുപാട് നേട്ടങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പരിശീലന കാലയളവിൽ ഉണ്ടായിരുന്നു. സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പരിശീലകനായിരുന്നു. ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു ആ കാലയളവിൽ. അങ്ങനെ ആ ഒരു ജോലിയോടൊപ്പം തന്നെ ഇന്ത്യൻ പരിശീലകനായി തുടങ്ങി. പിന്നീട് അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം മുഴുവൻ സമയം ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി 1993 മുതൽ 2001 വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ ടീമിനെ ഷൂട്ടിങ്ങിൽ പരിശീലിപ്പിച്ചു. പല 5ഓളം വരുന്ന ഒളിമ്പിക്സുകളിലും നിരവധി ഷൂട്ടിംഗ്, ലോകകപ്പ്, അതുപോലത്തെ പ്രധാനപ്പെട്ട രാജ്യാന്തര തലത്തിലുള്ള മത്സരങ്ങളിലെല്ലാം ഇന്ത്യൻ ടീമിൻ്റെ പരിശീലകനായി 100ഓളം മെഡലുകൾ ഈ കാലയളവിൽ ഇന്ത്യൻ ഷൂട്ടിംഗ് താരങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. നിരവധി താരങ്ങളിൽ ഇപ്പോൾ ഗഗൻ നാരംഗ്, അതുപോലെ തന്നെ അഭിനവ് ബിന്ദ്ര അടക്കമുള്ള താരങ്ങളുടെ എല്ലാം ആദ്യകാല പരിശീലകരിൽ ഒരാളായിരുന്നു. ഈ സണ്ണി തോമസിൻ്റെ ഒരു ശിക്ഷണത്തിലാണ് ഇവരെല്ലാവരും ഷൂട്ടിംഗ് രംഗത്തോട്ട് കടന്നു വരുന്നത്. നമുക്കറിയാം, ഈ ഇന്ത്യയിൽ ആദ്യമായി ഒളിമ്പിക് മെഡൽ സമ്മാനിച്ച അഭിനവ് ബിന്ദ്രയ്ക്കും സ്വർണ്ണ മെഡൽ നേടുമ്പോൾ ഇദ്ദേഹം തന്നെയായിരുന്നു ഈ ഷൂട്ടിങ്ങിൻ്റെ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനമായിട്ട് ഉണ്ടായിരുന്നത്. കോട്ടയത്തെ ഉഴവൂരിലായിരുന്നു സ്വദേശം. ഉഴവൂരിൽ ജനിച്ച് അവിടെ നിന്നും വളർന്നു വന്ന വ്യക്തിയാണ് സണ്ണി തോമസ്. പിന്നീട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഇംഗ്ലീഷ് പ്രൊഫസറായി ജോലി. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ടീമിൻ്റെ പരിശീലനവുമായിട്ടും പ്രവർത്തിച്ചു. റൈഫിൾ ഓപ്പൺ സൈറ്റ് ഇവൻറ്റിൽ കേരളത്തിൽ നിന്നുള്ള മുൻ ദേശീയ ചാമ്പ്യൻ കൂടിയായിരുന്നു ഈ സണ്ണി തോമസ്. ദ്രോണാചാര്യ പുരസ്കാരം ഇദ്ദേഹത്തിൻ്റെ ഈ വളരെ നാളത്തെ സുദീർഘമായ സേവനത്തിന് രാജ്യം തന്നെ ദ്രോണാചാര്യ അവാർഡ് ചാമ്പ്യനായി നിൽക്കുമ്പോൾ കൂടുതൽ ചാമ്പ്യന്മാരെ രാജ്യത്തിന് സമ്മാനിച്ചു. ലോകവേദിയിലേക്ക് തന്നെ ഇന്ത്യയിൽ നിന്ന് മികച്ച താരങ്ങളെ എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് സണ്ണി തോമസ് എന്ന ദ്രോണാചാര്യ സണ്ണി തോമസിന്റെ ഏറ്റവും വലിയ. 80ാം പിറന്നാൾ ദിനത്തിൽ അഭിനവ് ബിന്ദ്ര അദ്ദേഹത്തിന് സന്ദേശം അയക്കുകയുണ്ടായി. ആ സമയത്തൊക്കെ പറയുന്നത് എൻ്റെ കരിയറിനെ അപ്പാടെ രൂപപ്പെടുത്തിയ ഒരു ആചാര്യൻ എന്ന നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തിന്റെ ക്ഷമയും അദ്ദേഹത്തിന് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുന്ന സഹനവും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശിഷ്യർ എല്ലാ കാലവും ഇന്ത്യൻ കായികരംഗവും അദ്ദേഹത്തെ ഓർക്കുക.